ന്യൂസ് 8ന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കഴിഞ്ഞ ദിവസം കണ്ടിരിക്കും. ലഡാക്കിലെ കലാപവുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 നടത്തിയ സ്പെഷ്യൽ ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് BJP വക്താവായ പ്രിൻഡു മഹാദേവ് നടത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ ഭീഷണി പ്രസംഗം അത് വലിയ വിവാദമായിരിക്കുകയാണ്. കോൺഗ്രസ് അതിശക്തമായ വിമർശനവുമായി അതിനെതിരെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. കലാപ നടന്ന സാഹചര്യത്തിൽ നടത്തിയ ചർച്ചയിൽ അതിന്റെ ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിക്ക് മേൽ കെട്ടിവെക്കുന്ന തരത്തിലുള്ള പല പരാമർശങ്ങൾ പ്രിൻഡു മഹാദേവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി നൽകാതെ ആരോപണങ്ങൾ മാത്രം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ ചർച്ച നീങ്ങുന്ന സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിൽ ആ ചർച്ച വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന സമയത്താണ് പ്രിൻഡു മഹാദേവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഈ രീതിയിലുള്ള ഒരു കൊലവിളി നടത്തിയിരുന്നത്. അതിൽ മാപ്പ് പറയാനുണ്ടോ, ആ പ്രസ്താവന പിൻവലിക്കുന്നുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടും അദ്ദേഹം അതിന് തയ്യാറായില്ല. ആ ചർച്ചയിൽ തന്നെ കോൺഗ്രസ് പ്രതിനിധി ശക്തമായി അതിനെതിരെ രംഗത്ത് വരികയും അത് വിവാദമാകുമെന്ന് നമുക്ക് അപ്പോൾ തന്നെ ബോധ്യമാകുന്ന തരത്തിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോഴും ആ ചർച്ച അവസാനിക്കുന്ന സമയം വരെയും അത് പിൻവലിക്കാൻ പ്രിൻഡു മഹാദേവ് തയ്യാറായിട്ടില്ല. ആ സംഭവത്തിലാണ് കോൺഗ്രസ് പരാതി നൽകുകയും ഇപ്പോൾ പ്രിൻഡു മഹാദേവിനെതിരെ പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. പേരാമംഗലം പോലീസാണ് പ്രിൻഡു മഹാദേവിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ നൽകിയ പരാതിയിലാണ് പോലീസ് നടപടിയുണ്ടായിട്ടുള്ളത്. കൊലവിളി പ്രസംഗം, കലാപാഹ്വാനം, സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ പ്രിൻഡു മഹാദേവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കേസെടുക്കലിലേക്ക് നയിച്ച ആ ചാനൽ ചർച്ചയുടെ ഭാഗം നമുക്കൊന്ന് കാണാം. അതിനുശേഷം കോൺഗ്രസിന്റേതുൾപ്പെടെ നേതാക്കൾ ഈ വിഷയത്തിലെടുത്ത പ്രതികരണങ്ങൾ കൂടി കാണാം. ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ പോലെ അവിടെ ജനങ്ങൾ കൂടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടെ ജനങ്ങളൊപ്പം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മോഹവുമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വരെ വെടിയുണ്ട വീഴും, ഒരു സംശയവും വേണ്ട. നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കേണ്ട. അങ്ങനെ MC കലാപം ഒരു ചുക്കും ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിക്കില്ല. അതിനെ അടിച്ചമർത്തി അപ്പോൾ സർക്കാരിനെതിരെ വന്നാൽ ആ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയാൽ പ്രതിപക്ഷ നേതാവിനെ വെടിവെച്ച് കൊല്ലും എന്ന ഒരു തരത്തിലുള്ള ഭീഷണി പ്രസംഗമാണ് അല്ലെങ്കിൽ ഭീഷണി സന്ദേശമാണ് പ്രിൻഡു മഹാദേവ് ആ ചർച്ചയിൽ നൽകുന്നത്. അപ്പോൾ അതാണ് കോൺഗ്രസ് ദേശീയ തലത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടുന്നത്. ഗാന്ധിയെ കൊന്ന ഗോഡ്സെയുടെ പിന്മുറക്കാരാണ് ഇവർ. അവർ ആ ആശയം താഴെ വെച്ചിട്ടില്ല എന്നതിൻ്റെ സൂചനകളാണ് നൽകുന്നത്. അത് ഇപ്പോഴും കൊണ്ടു നടക്കുന്നു. അവരെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന രാഹുൽ ഗാന്ധിയെ വകവരുത്താനുള്ള അവരുടെ ആഗ്രഹം അത് ഉള്ളിൽ കിടക്കുന്നു. അതാണ് ഈ രീതിയിൽ പുറത്തു വരുന്നത് എന്നതാണ് സൂചിപ്പിക്കുന്നത്. രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ, ഭരണഘടനയ്ക്കെതിരെ ഒക്കെ എടുത്തിട്ടുള്ള അതിനെയൊക്കെ മറികടന്ന് നടത്തിയിട്ടുള്ള ഈ ഭീഷണി പ്രസംഗം, അതിനെതിരെ നടപടി എടുക്കുന്നുണ്ടോ എന്ന ചോദ്യം കോൺഗ്രസ് ആവർത്തിച്ച് ചോദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വരെ, ഇന്ന് ഉച്ചയോടെയാണ് ഈ കേസ് എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല, സ്വമേധയാ കേസെടുക്കുന്നില്ല എന്ന ആവശ്യമാണ് ആദ്യഘട്ടത്തിൽ ഉയർത്തിയിരുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ പ്രതികരണം ആദ്യം ഉണ്ടാകുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഭാഗത്തു നിന്നുമാണ്. രാഹുൽ ഗാന്ധിയുടെ ശരീരത്തിൽ ഒരു തുള്ളി മണ്ണ് നുള്ളിയിടാൻ അനുവദിക്കില്ല എന്നതാണ് VD സതീശൻ ചൂണ്ടിക്കാട്ടിയത്. കേസെടുക്കാൻ വൈകുന്നതിൽ സംസ്ഥാന സർക്കാരിനെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. BJPയും CPMും തമ്മിലുള്ള ബന്ധമാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അതായത് ഗോഡ്സെയുടെ പിന്തുടർച്ചക്കാരാണ് അവര്. മാധ്യമങ്ങളിൽ ഇരുന്ന് ഭയപ്പെടുത്തുകയാണ്. ആരോടും മുന്നിൽ കീഴടങ്ങാത്ത, വർഗീയതയ്ക്കെതിരായി, ഫാസിസത്തിനെതിരായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ ദേഹത്തൊരു മണ്ണുവാരിയിടാൻ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ സമ്മതിക്കില്ല. ഇവരുടെയൊക്കെ ആഗ്രഹമാണ് രാഹുൽ ഗാന്ധി അവസാനിപ്പിക്കണമെന്ന്. ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ട് വളർന്നു വന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. തൻ്റെ പിതൃമാതാവിൻ്റെയും പിതാവിൻ്റെയും ഇവർ കൊന്ന ആ ശവശരീരം കണ്ട് വളർന്നു വന്ന ഒരാളാണ്
രാഹുൽ ഗാന്ധി. അദ്ദേഹത്തെ ഒരു വാക്കുകൊണ്ടും ഭയപ്പെടുത്താൻ പറ്റില്ല. ഈ ഗവൺമെന്റ് അടിയന്തരമായി അങ്ങനെ ഭീഷണിപ്പെടുത്തിയ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയെന്ത് തറയ്ക്കുമെന്ന് പറഞ്ഞ ആൾക്കെതിരായി ഒരു നടപടിയും കേരളത്തിലെ പോലീസ് എടുത്തിട്ടില്ല എന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ദേശീയ തലത്തിൽ BJPക്കും RSSനും എതിരെയുള്ള പ്രചരണത്തിൽ ഈ BJP വക്താവ് ചാനൽ ചർച്ചയിലൂടെ നടത്തിയ ഭീഷണി കൂടി കോൺഗ്രസ് ഉൾപ്പെടുത്തുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയം കോൺഗ്രസ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. KC വേണുഗോപാൽ ഈ വിഷയം ചൂണ്ടിക്കാട്ടി അമിത്ഷായ്ക്ക് കത്തയച്ചു. രാഷ്ട്രീയമായും നിയമപരമായും പ്രിന്റു മഹാദേവിനെതിരെ നടപടിയെടുക്കണം എന്നതായിരുന്നു KC വേണുഗോപാൽ ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടത്. രാഹുൽ ഗാന്ധിയെ ഇല്ലായ്മ ചെയ്യാനുള്ള സംഘപരിവാറിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു എന്ന് ഈ കത്തിൽ KC വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. ഇത്തരം വിദ്വേഷ പ്രചാരകർക്കെതിരെ നിയമപരമായും രാഷ്ട്രീയമായും നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ അമിത്ഷായ്ക്ക് കത്തെഴുതിയത്. ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യത്തിന്റെ നിർവഹണ സംവിധാനത്തെ പരിഹസിച്ചുകൊണ്ട് BJP നേതാവ് നടത്തിയ കൊലവിളിയിൽ അടിയന്തരമായി കേസെടുക്കുകയായിരുന്നു കേരള പോലീസ് ചെയ്യേണ്ടത്. പക്ഷേ അവർ നിസ്സംഗത പാലിക്കുകയായിരുന്നു. ആ നിസ്സംഗത എന്ന് പറയുന്നത് ഈ കൊലവിളി തുടർന്നും നടത്താനുള്ള അനുവാദവും അംഗീകാരവും കൂടിയാണ് എന്ന ഒരു വിമർശനം കൂടി KC വേണുഗോപാൽ ഇതിൽ ചൂണ്ടിക്കാട്ടി. സ്വമേധയാ കേസെടുക്കാൻ തയ്യാറാകാത്ത പോലീസ് പരാതി ലഭിച്ചിട്ടും കണ്ണടച്ചു എന്ന ഒരു വിമർശനം കൂടിയാണ് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയത്. ഈ വിമർശനങ്ങളുടെ ഒക്കെ ഒടുവിലാണ് ഇപ്പോൾ കേസെടുക്കുന്ന നടപടികളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ കാണണം. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിവാകാനിരിക്കുന്നതേ ഉള്ളൂ. പ്രത്യയശാസ്ത്ര യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന് തോന്നിയപ്പോഴാണ് വധഭീഷണിയെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര ഇതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനം ഉന്നയിച്ചു. ദേശീയ തലത്തിൽ തന്നെ RSS സംഘപരിവാർ സംഘടനകൾ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തുന്ന നീക്കം, അദ്ദേഹത്തിന് നേരെയുള്ള ഭീഷണികൾ, അതിന്റെ തുടർച്ചയാണ് ഇത് എന്നതാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇതിനെ തുറന്നു കാട്ടാൻ ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ തന്നെ കോൺഗ്രസ് ഇതിനെ ഒരു ദേശീയ തലത്തിൽ ഒരു പ്രചാരണ വിഷയമാക്കി മാറ്റുകയും ചെയ്യുന്നു. എന്തായാലും പവൻ ഖേരയുടെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കായുള്ള ശബ്ദത്തെ അടിച്ചമർത്താൻ ഗൂഢാലോചന നടക്കുന്നു എന്ന ഒരു ആരോപണം കൂടി പവൻ ഖേര ഉന്നയിച്ചു. लेकिन जब प्रतिद्वंदी के पास विचारों के हथियार नहीं होते परास्त करने को, तो वो हिंसा का सहारा लेते हैं, जैसे कि गोडसे ने लिया. जो राइट विंग एक्सट्रीमिज्म है, चरमपंथी मानसिकता है, उसने गांधी जी को गोली मार दी. आज फिर से वही राइट विंग एक्सट्रीमिज्म राहुल गांधी को धमकी दे रहा है. भारतीय जनता पार्टी के प्रवक्ता ने टीवी पर आकर कहा कि राहुल गांधी की छाती पर गोली मार दी. कोई एक्शन नहीं हुआ है अभी तक. इससे पहले CRPF ने एक चिट्ठी लिखी, एक नहीं अनेक चिट्ठियां लिखी. चिट्ठी को लीक किया, खरगे जी को चिट्ठी लिखी राहुल गांधी जी की सुरक्षा को लेकर, लीक किया. राहुल गांधी की सुरक्षा को लेकर ये राजनीति क्यों बनाई जा रही है, माहौल क्या बनाया जा रहा है, इसमें षड्यंत्र की बू आती है. और कौन रच रहा है ये षड्यंत्र? ये वही लोग हैं जो वैचारिक लड़ाई में हार रहे हैं, जिनके पास विचार को विचार से परास्त करने के हथियार नहीं हैं. പവൻ ഖേര പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഗോഡ്സെയുടെ പിന്മുറക്കാരാണ് ഈ രീതിയിൽ അലമുറയിടുന്നത് എന്നത് ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യയശാസ്ത്ര യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോഴാണ് ഈ വഴി സ്വീകരിക്കുന്നത് എന്നതുകൂടിയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ ദേശീയ തലത്തിൽ വരെ BJP വക്താവായ പ്രിന്റു മഹാദേവ് ഒരു നമ്മുടെ ചാനൽ ചർച്ചയിൽ ഇരുന്ന് നടത്തിയ ഈ ഭീഷണി വലിയ രീതിയിൽ കോൺഗ്രസ് ചർച്ചയാക്കുന്നു. ഈ സംഭവം നടന്നതിന് ശേഷം, ഈ ഒരു വിവാദമായ കൊലവിളി നടന്നതിന് ശേഷം സംസ്ഥാന സർക്കാർ സ്വമേധയാ കേസെടുക്കുമോ എന്ന കാര്യം കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നു. അതില്ലാത്ത സാഹചര്യത്തിലാണ് 3 പേർ ഇതിനെതിരെ പരാതി നൽകുന്ന സാഹചര്യമുണ്ടായത്. അത് KSU നേതാവായ ഗോകുലാണ്. തൃശ്ശൂരിൽ നിന്നുള്ള ഗോകുലിന്റെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. മറ്റൊന്ന് കോൺഗ്രസ് വക്താവ് കൂടിയായ വസന്ത് തെങ്ങുംപള്ളിയാണ്. വസന്ത് തെങ്ങുംപള്ളി DGPക്കാണ് പരാതി നൽകിയത്. ഒപ്പം മറ്റൊരു പരാതി കൂടി നൽകുന്ന സാഹചര്യവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. പ്രിന്റു മഹാദേവിന് ഭീഷണിയുമായി മലപ്പുറം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. മലപ്പുറത്ത് വന്നാൽ കാല് തല്ലിയൊടിക്കും തുടങ്ങിയ ഭീഷണികളാണ് പ്രിന്റു മഹാദേവിനെതിരെ ഉയർന്നത്. അങ്ങനെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ വലിയ ഗൗരവത്തോടുകൂടി തന്നെ ഈ വിഷയം കാണുകയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതിനെതിരെ ഉന്നയിക്കുകയും നിയമ നടപടികൾ
നടപടികളിലേക്ക് കടക്കുകയുമാണ് ചെയ്തത്. ദേശീയ തലത്തിലും ഇത് ചർച്ചയാക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പ്രിന്റുവിന്റെ തൃശൂർ പേരാമംഗലത്തെ വീട്ടിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പോലീസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് പിന്നീട് അവിടെ ജലപീരങ്കി പ്രയോഗിക്കുന്നതും കണ്ടു. പക്ഷേ നോക്കൂ, ഈ ചർച്ചയിൽ തന്നെ ഞാൻ ആവർത്തിച്ച് പ്രിന്റു മഹാദേവനോട് ഈ പ്രസ്താവന പിൻവലിക്കുന്നുണ്ടോ, താങ്കൾ നടത്തിയ ഈ വിവാദമായ പരാമർശം പിൻവലിക്കുന്നുണ്ടോ എന്നത് ചോദിച്ചു. പ്രിന്റു മഹാദേവ് തയ്യാറായില്ല. അതിനുശേഷം 3 ദിവസത്തോളം കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പരാമർശങ്ങൾ, വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഒന്നും തന്നെ യാതൊരു പ്രതികരണവും BJP വക്താവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധിക്കണം. BJP നേതൃത്വവും ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയായിരുന്നു. ഏറ്റവും ആദ്യം ഇപ്പോൾ ആ വിഷയത്തിൽ ഒരു BJP നേതാവിന്റെ പ്രതികരണം ഉണ്ടാകുന്നത് വി മുരളീധരന്റെ ഭാഗത്തു നിന്നാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് BJP എന്നും BJP പ്രതിപക്ഷ നേതാവിനെതിരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമോ എന്നും ഉള്ള ചോദ്യമാണ് വി മുരളീധരന്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വന്നത്. അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ അപായപ്പെടുത്തുമെന്ന് പറയുന്ന ചർച്ചയ്ക്ക് അടിസ്ഥാനമില്ല, ആ ആരോപണങ്ങൾക്ക് തന്നെ അടിസ്ഥാനമില്ല എന്നതായിരുന്നു വി മുരളീധരൻ പറഞ്ഞത്. പോലീസ് അന്വേഷണം വരട്ടെ, ഞങ്ങൾക്കതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നുകൂടി വി മുരളീധരൻ ഇന്ന് പ്രതികരിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി, കേന്ദ്രം ഭരിക്കുന്ന, വിവിധ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു നിലപാടെടുക്കും. അങ്ങനെ ഒരു ചർച്ച തന്നെ ഒരു അർത്ഥശൂന്യമായിട്ടുള്ള ചർച്ച. അർത്ഥശൂന്യമായ ചർച്ച എന്നതാണ് BJP ഇക്കാര്യത്തിൽ പറഞ്ഞത്. കാരണം അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ പോലും ആ നടത്തിയ പ്രസ്താവന തള്ളിക്കളയാൻ BJP നേതാവ് തയ്യാറായിട്ടില്ല എന്നതോർക്കണം. പ്രിന്റുവിനെ അത് ചെയ്തത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാട്ടാനോ ആ നടപടി ശരിയായില്ല എന്ന് പറയാനോ തയ്യാറായില്ല എന്നതുകൂടി ഓർക്കണം. എന്തായാലും കോൺഗ്രസ് ഈ വിഷയം ഇന്ന് നിയമസഭയിലും ഉന്നയിച്ചു. AP അനിൽകുമാറാണ് ഈ വിഷയം ഇന്ന് സഭയുടെ ശ്രദ്ധയിൽ കൂടി കൊണ്ടുവന്നത്. BJP നേതാവിനെതിരെ നടപടിയെടുക്കാനോ FIR ഇടാനോ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന കാര്യം AP അനിൽകുമാർ ഇന്ന് സഭയിൽ ചൂണ്ടിക്കാട്ടുക കൂടി ചെയ്തു. അതിനുശേഷമാണ് പേരാമംഗലം പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടികൾ തുടങ്ങിയത്. എന്തായാലും ഈ വിഷയം സഭയിൽ കോൺഗ്രസ് ശ്രദ്ധയിൽ കൊണ്ടുവന്ന സാഹചര്യം കൂടിയുണ്ട്. AP അനിൽകുമാറിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. കേന്ദ്രത്തിൽ ഭരിക്കുന്ന നരേന്ദ്രമോദിയെ കുറിച്ച് ഒരക്ഷരം കേരളത്തിന്റെ മുഖ്യമന്ത്രി 10 വർഷം പിന്നിടുമ്പോൾ ഈ സഭയിൽ പറഞ്ഞിട്ടില്ല സർ. അത് പറയാൻ നട്ടെല്ലും തന്റെ ഇടവുമുള്ള ഒരു നേതാവേ രാജ്യത്തുള്ളൂ, അത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം പാർലമെന്റിനകത്തും പുറത്തും ജനങ്ങളെ സംഘടിപ്പിച്ചും അത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് സർ. ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ അദ്ദേഹം ശക്തമായ നിലപാടെടുക്കുമ്പോൾ കേരളത്തിൽ ഒരു മാധ്യമ ചാനൽ ഇരുന്നുകൊണ്ട് BJPയുടെ ഒരു നേതാവ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴും എന്ന് പറയുമ്പോൾ അതിനെതിരെ ഒരു വാക്ക് പറയുവാൻ, ഒരു FIR രജിസ്റ്റർ ചെയ്യുവാൻ തന്റെ ഇടം കാണിക്കാതെ BJPക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന ഭരണകൂടമാണ് സർ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്നത്. നോക്കൂ, ലഡാക്കിലുണ്ടായത് ഒരു നിർഭാഗ്യകരമായ സംഭവമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. 4 മനുഷ്യരുടെ ജീവനാണ് അവിടെ നഷ്ടപ്പെട്ടത്. ആ വിഷയം നമ്മൾ ചർച്ചയാക്കുമ്പോൾ അവിടെ മനുഷ്യർ അനുഭവിക്കുന്ന അവരുടെ അടിസ്ഥാനമായ പ്രശ്നങ്ങളുണ്ട്. സംസ്ഥാന പദവി എന്ന അവരുടെ വലിയ ആവശ്യമുണ്ട്. പ്രത്യേക പദവി എന്ന അതുകൂടി ആ ആവശ്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ ഒരു കലാപ സാഹചര്യത്തിലേക്ക് നയിച്ചത് നിരവധിയായ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത്രയും പ്രാധാന്യത്തോടു കൂടി കാണേണ്ടുന്ന വിഷയമായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്കൊക്കെ നമ്മൾ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ആരോപണങ്ങളിലേക്ക് മാത്രം BJP പ്രതിനിധി ചുരുങ്ങുന്നതാണ് കണ്ടത്. ആവർത്തിച്ച് ആ കാര്യങ്ങളിൽ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ മേൽ അതിന്റെ ഉത്തരവാദിത്തം കെട്ടിവെക്കാനുള്ള ശ്രമവും അതിവിടെ വിലപ്പോവില്ല എന്നതും ഒടുവിൽ ഈ വധഭീഷണിയിലേക്കും കാര്യങ്ങൾ എത്തിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ വധിക്കുമെന്നൊരു ചാനൽ ചർച്ചയിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ വെടിയുണ്ട കയറും എന്ന തരത്തിലൊരു പരാമർശം നടത്തുമ്പോൾ അതിന്റെ ഗൗരവം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ആ BJP പ്രതിനിധിക്ക് കഴിയേണ്ടതായിരുന്നു. അതുണ്ടായില്ല. നമ്മളത് ചൂണ്ടിക്കാട്ടുമ്പോൾ പോലും അതിൽ തിരുത്തുവരുത്താൻ അദ്ദേഹം തയ്യാറായില്ല. കലാപത്തിന് ശ്രമിച്ചാൽ പോലും നമ്മുടെ നാട്ടിൽ നിയമ സംവിധാനങ്ങളാണ് അവിടെ നടപടികൾ എടുക്കേണ്ടതും ശിക്ഷ ഉറപ്പാക്കേണ്ട സംവിധാനങ്ങളും ഒക്കെ ഉള്ള ഒരു നാട്ടിലാണ് വധിക്കുമെന്ന ഒരു ഭീഷണി ഒരു ഔദ്യോഗിക വക്താവിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത് എന്നത് ഓർക്കണം. എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന തരത്തിലുള്ള ഒരു സന്ദേശമായി കൂടി വേണം ആ വാക്കുകളെ നമ്മൾ കാണാൻ. അപ്പോൾ അത്ര ഗൗരവമുള്ള വിഷയമാണ്. ആ വിഷയത്തിൽ ഒരു തരത്തിലുമുള്ള ഒരു പിന്നോട്ട് പോക്കിനോ തിരുത്തലിനോ മാപ്പ് പറച്ചിലിനോ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല,
മുതിർന്ന നേതാക്കൾ ആരും തന്നെ അതിൻ്റെ ആ വിഷയങ്ങളിൽ ഇടപെടുകയോ പ്രതികരിക്കുകയോ ഇത് തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല കൃത്യമായി എന്നതുകൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ എങ്ങനെയാണ്, ആരാണ് ഇതിനൊക്കെ പ്രചോദനം? ഇങ്ങനെയാണോ കാര്യങ്ങളെ കാണേണ്ടത്? ഔദ്യോഗിക വക്താക്കൾ ചാനൽ ചർച്ചകളിൽ പറയുന്ന നിലപാട് ഇതാണ് എങ്കിൽ എന്തായിരിക്കും മറ്റുള്ളവരുടെ മനസ്ഥിതി എന്നതുകൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ BJP നേതൃത്വം ഇതിൽ കൃത്യമായ നിലപാട് പറയേണ്ടതുണ്ട്. അവരുടെ നിലപാട് എന്താണെന്നത് വ്യക്തമാക്കേണ്ടതുണ്ട്. നടപടികൾ ആവശ്യമാണെങ്കിൽ അത് സ്വീകരിക്കേണ്ടതുണ്ട്, വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നിയമ നടപടികൾ വരട്ടെ, നേരിടാം എന്നതാണ് BJP നേതാവായ V. മുരളീധരൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് ഈ വിഷയത്തിൽ നിന്നൊട്ടും പിന്നോട്ടില്ല എന്ന വ്യക്തമായ സൂചനയും നൽകുന്നുണ്ട്.